നമസ്കാരം. എക്സൈസ് നയവുമായി ബന്ധപ്പെട്ട ക്രിമിനൽ ഗൂഢാലോചനയിലൂടെ ആം ആദ്മി പാർട്ടിക്ക് നേട്ടമുണ്ടായതായി CBIയുടെ റിപ്പോർട്ട്. AIPയുടെ ദേശീയ കൺവീനറും മൊത്തത്തിലുള്ള ചുമതലയുമുള്ള അരവിന്ദ് കെജ്രിവാളാണ് ഇതിന് ഉത്തരവാദിയെന്ന് CBI അവകാശപ്പെട്ടു. ദില്ലി എക്സൈസ് നയം രൂപീകരിക്കുന്നതും നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട ക്രിമിനൽ ഗൂഢാലോചനയിൽ അരവിന്ദ് കെജ്രിവാളിന് പങ്കുണ്ടെന്ന് അന്വേഷണത്തിൽ വ്യക്തമായതായി CBI അനുബന്ധ കുറ്റപത്രത്തിൽ വ്യക്തമാക്കി. 2021 മാർച്ചിൽ കൂട്ടുപ്രതിയായ മനീഷിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിമാരുടെ നയരൂപീകരണ വേളയിൽ എക്സൈസ് നയം സ്വകാര്യവൽക്കരിക്കാൻ അദ്ദേഹത്തിന് മുൻകൂറായി പദ്ധതിയുണ്ടായിരുന്നെങ്കിലും ആം ആദ്മി പാർട്ടിക്ക് ധനസഹായം തേടിയിരുന്നുവെന്നും ആരോപിക്കപ്പെടുന്നു. കൂടാതെ AIPയുടെ മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷന്റെ ചുമതലയുള്ള കെജ്രിവാളിന്റെ അടുത്ത അനുയായി വിജയ് നായർ എക്സൈസ് നയത്തിൽ അനുകൂലമായ ക്രമീകരണങ്ങൾക്ക് പകരമായി നിയമവിരുദ്ധമായ തൃപ്തി ആവശ്യപ്പെട്ട് ദില്ലി എക്സൈസ് ബിസിനസ്സിലെ വിവിധ ഓഹരി ഉടമകളെ സമീപിച്ചതായും ആരോപിക്കപ്പെടുന്നു. ഇതിനു പുറമെ വിജയ് നായർ ദില്ലി എക്സൈസ് ബിസിനസ്സിലെ വിവിധ പങ്കാളികളെ സമീപിക്കാൻ സാധാരണ അധികാരമോ കാരണമോ ഇല്ലായിരുന്നുവെന്നും അരവിന്ദ് കെജ്രിവാളിന്റെ അനുമതിയും നിർദ്ദേശവും കൂടാതെ അത് ചെയ്യാൻ കഴിയില്ലെന്നും കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നു. കൂടാതെ 2022 ഗോവ നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള തിരഞ്ഞെടുപ്പ് ചെലവ് സംബന്ധിച്ച് ആം ആദ്മി പാർട്ടി സമർപ്പിച്ച പ്രസ്താവന തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും CBI ആരോപിച്ചു. 2021-22 ഗോവ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടി ഏർപ്പെട്ടിരിക്കുന്ന വിവിധ വോട്ടർമാർ, അസംബ്ലി മാനേജർമാർ, ബൂത്ത് ഇൻചാർജുകൾ, വോളണ്ടിയർമാർ എന്നിവർക്ക് കാര്യമായ പണമിടപാടുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ബാങ്ക് ഇടപാടുകളിലൂടെയുള്ള പേയ്മെന്റുകൾ മാത്രമാണ് ഈ പ്രസ്താവനയിൽ ഉള്ളതെന്ന് അവകാശപ്പെടുന്നു. ദില്ലി എക്സൈസ് നയം 2021-22 ബന്ധപ്പെട്ട ക്രിമിനൽ ഗൂഢാലോചനയിൽ നിന്ന് ലഭിച്ച അനധികൃത പണം ഗോവ നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള AIPയുടെ തിരഞ്ഞെടുപ്പ് ചെലവുകൾക്കായി ഉപയോഗിച്ചതായും അന്വേഷണത്തിൽ പറയുന്നു. കൂടാതെ ഗോവ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുടെ മൊത്തത്തിലുള്ള ചുമതല വഹിച്ചിരുന്ന AIP നേതാവ് ദുർഗേഷ് പഥക് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചെലവുകൾ നിയന്ത്രിച്ചിരുന്നതായി വാക്കാലുള്ള തെളിവുകളും ഡോക്യുമെന്ററി തെളിവുകളും തെളിയിക്കുന്നതായി CBI വ്യക്തമാക്കി. ചൻപ്രീത് സിംഗ് റായത്ത് ഗോവയിലെ ഹവാല വഴികൾ വഴി കള്ളപ്പണം ശേഖരിക്കുന്നുവെന്നും വെണ്ടർമാർക്കും അസംബ്ലി മാനേജർമാർക്കും ബൂത്ത് ഇൻചാർജുകൾക്കും AIPയിൽ ഏർപ്പെട്ടിരിക്കുന്ന വോളണ്ടിയർമാർക്കും പണമിടപാടുകൾ നടത്തിയെന്നും സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ദുർഗേഷ് പഥക്കിന്റെ നിർദ്ദേശപ്രകാരമാണ് റായത്ത് പ്രവർത്തിച്ചത്. AIPക്ക് വേണ്ടി റായത്ത് അനധികൃതമായി സമ്പാദിച്ച പണം പഥക്കിന്റെ നിർദ്ദേശപ്രകാരം കൈകാര്യം ചെയ്തിരുന്നതായി തെളിവുകൾ വ്യക്തമാക്കുന്നുണ്ട്. വെബ് ഡെസ്ക് തത്തുമായി. പവേർഡ് ബൈ ജ്യോതിസ്. റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.